EMS ഹാപ്പിനെസ് പാർക്ക് ഉദ്ഘാടനം ചെയ്തു. ശാസ്താംകോട്ടയിലാണ് കൊല്ലം ജില്ലാ പഞ്ചായത്ത് പാർക്ക് നിർമ്മിച്ചത്. ശാസ്താംകോട്ടയിൽ കൊല്ലം ജില്ലാ പഞ്ചായത്ത് നിർമ്മിച്ച EMS ഹാപ്പിനെസ് പാർക്കാണ് നാടിന് സമർപ്പിച്ചത്. ഹാപ്പിനെസ് പാർക്കിന്റെ സമർപ്പണവും 1971 ശാസ്താംകോട്ടയിൽ നടന്ന ലോക സർവമത സമ്മേളനത്തെ അനുസ്മരിക്കുന്ന സ്മാരകത്തിന്റെ നിർമ്മാണ ഉദ്ഘാടനവും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ PK ഗോപൻ നിർവഹിച്ചു. നമ്മുടെ മണ്ഡലത്തിൽ തന്നെ, അതായത് എന്റെ ഡിവിഷൻ തന്നെ 1.25-2 കോടി രൂപ ഈ വർഷം റോഡിന് അതിന്റെ പേരിൽ വെക്കാൻ പറ്റും. അങ്ങനെ വലിയ അധ്വാനം നടത്തുന്ന ഒരു ജില്ലാ പഞ്ചായത്ത്. അതുകൊണ്ട് ഈ കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 2 ഒന്നാം സ്ഥാനമാണ് കൊല്ലം ജില്ലയ്ക്ക്. കൊല്ലം ജില്ലയ്ക്ക് നേരത്തെ 2 കിട്ടി. ആകെ 4 ഒന്നാം സ്ഥാനം, അതായത് സ്വരാജ് ട്രോഫി എന്ന് പറയും. ആ സ്വരാജ് ട്രോഫി 4 കൊല്ലം ജില്ലയ്ക്ക് ഇതുവരെ കിട്ടിയിട്ടുണ്ട്. അതിൽ 2 ഒന്നാം സ്ഥാനവും ഈ 5 വർഷത്തിനിടയിലാണ്. ഇപ്പൊ നമ്മൾ രാജ്യത്തിന്റെ മാതൃകയാണ്, ലോകത്തിന്റെ മാതൃക. സ്കൂളുകളാണ് ഞാൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ആയിട്ടാണ് തുടക്കം കുറിക്കുന്നത് ജില്ലാ പഞ്ചായത്ത്. ഞാൻ ലക്ഷ്യമിട്ടത് നമ്മുടെ സ്കൂളുകൾ നവീകരിക്കുക എന്നുള്ളത്. അങ്ങനെ 169 സർക്കാർ ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി സ്കൂളിലും. ശാസ്താംകോട്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R ഗീത അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനും അവർക്കൊന്ന് കുറച്ച് കാര്യങ്ങൾ പറയാനും വിശ്രമിക്കാനും ഒരവസരം ഒരുക്കി തന്ന ജില്ലാ പഞ്ചായത്തിനും, ഇതേപോലെ തന്നെ ജിംനേഷ്യം അല്ലെങ്കിൽ നടന്ന് വ്യായാമം ചെയ്യാൻ പോകുന്ന കുറേയേറെ ജനങ്ങൾ ശാസ്താംകോട്ടയാണ്. അവർക്ക് വന്നൊന്ന് വിശ്രമിക്കാൻ ഒരു പൊതുവിടമാണ് ഹാപ്പിനെസ് പാർക്ക് തന്നെ. കൊല്ലം ജില്ലാ പഞ്ചായത്ത് കോടിക്കണക്കിന് രൂപയുടെ വർക്കാണ് ശാസ്താംകോട്ടയിൽ. സംഘാടക സമിതി കൺവീനർ S ദിലീപ് കുമാർ, വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ KB ഓമനക്കുട്ടൻ, A അബ്ദുൾ റഷീദ്, P വിജയചന്ദ്രൻ നായർ, MA സലാം, വ്യാപാരി വ്യവസായി ഏകോപന സമിതി സെക്രട്ടറി A നിസാം, ക്ലബ്ബ് ഭാരവാഹികളായ ജോസ് J തോമസ്, ബിന്ദു രാജേഷ്, രാജേഷ് കുമാർ, R മുകേഷ്, ലൂക്കോസ് മാത്യു, രാധാരാജൻ, ഷാജഹാൻ, രശ്മി ദേവി എന്നിവർ പങ്കെടുത്തു. കുട്ടികൾക്കായി ഊഞ്ഞാൽ, പൊതുജനങ്ങൾക്ക് വിശ്രമിക്കുന്നതിന് ഇരിപ്പിടങ്ങൾ, മതിയായ വെളിച്ച സംവിധാനം തുടങ്ങിയവയും പാർക്കിന്റെ ഭാഗമായി സജ്ജീകരിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.